പ്രോഗ്രാമിംഗ് എന്ന കോൺസെപ്റ്റിൽ വരുന്ന അരേ എന്താണെന്ന് അറിയാലോ. എന്താണ് അരേ? പഠിച്ചൻ അരേ നമ്മൾ ഒരു നമ്പർ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഡാറ്റ ടൈപ്പ് കൊടുത്ത് വേരിയബിൾ കൊടുക്കും. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് അരേ. ഇപ്പോൾ 10 എന്ന് നമ്മൾ പറഞ്ഞു, 10, 20, 30, 50 അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ അരേ എന്ന കോൺസെപ്റ്റാണ് യൂസ് ചെയ്യാറ്. അരേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സെയിം എലമെൻറ്റ്സ് ആണ്. സെയിം എലമെൻറ്റ്സ്, അത് ഓർത്ത്, കളക്ഷൻ ഓഫ് സെയിം എലമെൻറ്റ്സ്. കാരണം 10, 20, 30, 40 പോകുന്നിടത്ത് 10.0, 20.0, ദെൻ നെക്സ്റ്റ് ഒരു സ്ട്രിങ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അരേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സെയിം ഡാറ്റ ടൈപ്സ് ആയിരിക്കും. ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കുക, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് കൊടുക്കുക, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുക്കുക. അപ്പോൾ അരേ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർഡ് ഇൻ എ സിംഗിൾ ഡാറ്റ ടൈപ്സ്, സിംഗിൾ വേരിയബിൾസ് ഡിക്ലറേഷൻ. ദെൻ അരേ സീക്വൻഷ്യലി സ്റ്റോർഡ് ആണ്. ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ് അരേ സ്റ്റോർ ചെയ്യുന്നത്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം 0. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളൊരു 10, 20, 30, 40, 50 എന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 0 പൊസിഷനിലിരിക്കുന്ന 10 ആയിരിക്കും. ദെൻ ഫസ്റ്റ് പൊസിഷനിലിരിക്കുന്നത് ഏതായിരിക്കാം? 20 ആയിരിക്കാം. അപ്പോൾ അരേ എന്ന് പറയുന്നത് സിമിലർ ഡാറ്റ ടൈപ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ സിംഗിൾ ഡാറ്റ ടൈപ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അരേ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഉണ്ട്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അരേ എന്ന കോൺസെപ്റ്റ്